കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ മാറ്റാമെന്ന തരത്തിൽ നിബന്ധനകളിൽ സർക്കാർ ഇളവ് വരുത്തിയിട്ടുണ്ട്. CBSE, ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠനം നടത്തിയവർക്കും ഗുണകരമാകുന്നതാണ് ഇപ്പോഴത്തെ മാറ്റം. വർഷങ്ങളായി നിലനിന്ന സങ്കീർണതയാണ് പരിഹരിക്കപ്പെട്ടത്. നിലവിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റാനും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുവാനുമാണ് അവസരം ഉണ്ടായിരുന്നത്. CBSE, ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അതുപയോഗിച്ച് സ്കൂൾ രേഖകൾ മാറ്റാനാവാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിച്ചിരുന്നില്ല. സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്താൻ തിരുത്തിയ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ പേര് തിരുത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റും വേണമെന്നതായിരുന്നു സ്ഥിതി. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വരുത്തിയ ഇളവ് ഉടൻ ജനന രജിസ്ട്രേഷനിലുള്ള ഓൺലൈൻ സംവിധാനമായ K-സ്മാർട്ടിൽ വരുത്തുന്നതാണ്. വർഷങ്ങളായി നിലനിന്ന സങ്കീർണതയ്ക്കാണ് സർക്കാർ പരിഹാരം കണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേരിൽ മാറ്റം വരുത്താനും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുവാനുമാണ് അവസരമുണ്ടായിരുന്നത്. ഇത് പല സങ്കീർണതകൾക്കും വഴിവെച്ചിരുന്നു. CBSE, ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും ഇന്ത്യക്ക് പുറത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അത് വെച്ച് സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്താനാകാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്തുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്തുവാൻ തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്താൻ തിരുത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റും വേണമെന്നതായിരുന്നു സ്ഥിതി. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു. ഈ വ്യവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലഘൂകരിച്ചത്. കാലോചിതമായി ചട്ടങ്ങളും നിയമങ്ങളും പരിഷ്കരിക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ ഒന്നാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചു. നിരവധി അപേക്ഷകളാണ് ഈ ആവശ്യവുമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത്. ഇവർക്കെല്ലാം ആശ്വാസമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനത്തിന് അനുസൃതമായ മാറ്റം ഉടൻ വരുത്തുന്നതാണ്. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകളിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ KYC ഉപയോഗിച്ച് ലോകത്ത് എവിടെയിരുന്നും മിനിറ്റുകൾ കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുവാൻ ഇന്ന് മലയാളിക്ക് കഴിയുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. കൂടുതൽ പരിഷ്കാരങ്ങൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഗസറ്റ് വിജ്ഞാപനം വഴി തിരുത്തിയ പേര് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിലും SSLC സർട്ടിഫിക്കറ്റിലും തിരുത്തിയ ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ തിരുത്തുന്നതിന് വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ CBSE, ICSE മുതലായ പാഠ്യപദ്ധതികൾ പ്രകാരം പഠനം നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഗസറ്റ് വിജ്ഞാപന പ്രകാരമുള്ള പേര് സ്കൂൾ രേഖകളിൽ ചേർക്കുന്നതിനായി നിലവിലെ ജനന രജിസ്ട്രേഷനിൽ കുട്ടിയുടെ പേരിൽ മാറ്റം വരുത്തി അപ്രകാരമുള്ള ജനന സർട്ടിഫിക്കറ്റ് അതാത് സ്കൂളുകളിൽ ലഭ്യമാക്കേണ്ടതുണ്ടെന്നും ഇത്തരത്തിൽ പേര് മാറ്റുന്നതിന് നിരവധി അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ സ്പഷ്ടീകരണം നൽകണമെന്നും
ജനന മരണ മുഖ്യ രജിസ്ട്രാറുടെ പരാമർശത്തിൽ സർക്കാർ, അതായത് കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ കുട്ടിയുടെയോ മാതാപിതാക്കളുടെയോ പേര് ഗസറ്റ് വിജ്ഞാപന പ്രകാരം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആയത് പ്രകാരം ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ മാറ്റം വരുത്തുന്നതിനുള്ള അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്.